അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച കാര്യങ്ങൾ ഒന്ന് ക്വിക്ക്ലി റിവ്യൂ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ലെസണിലേക്ക് വരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് മെയിനായിട്ട് മീഡിയേറ്റർ എന്ന ആ ഒരു വാക്കിനെ സംബന്ധിച്ചും അഡ്വക്കേറ്റ് എന്ന വാക്കിനെ സംബന്ധിച്ചുമാണ്. നമ്മൾ മീഡിയേറ്ററുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത്, ഒരു മീഡിയേറ്റർ ആയിരിക്കുന്നത് ഒരു കവനന്റിനാണ് സാധാരണ ബൈബിളിൽ ഒരു മീഡിയേറ്റർ ഇരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ ദൈവവും ആ ഇൻഡിവിജ്വലിനെയും അടുപ്പിക്കാനായുള്ള ഒരു വേലയല്ല മീഡിയേറ്ററിനുള്ളത്. മീഡിയേറ്റർ ശരിക്കും ഒരു കവനന്റുമായി ആണ് ഇടപെടുന്നത്. ആ കവനന്റ് ആണ് ശരിക്കും ഒരു നേഷനെ, ഒരു ഗ്രൂപ്പിനെ അഡ്രസ് ചെയ്യുന്നത്. അപ്പം ഈ വിധ കാര്യങ്ങൾ നമ്മൾ മീഡിയേറ്ററിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. അപ്പം ഒരു ഇൻഡിവിജ്വലും ആയി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമ്മൾ അത് നിഴലിലേക്ക് വരുമ്പം അവിടെ മരുഭൂമിയിലെ താബർനാക്കളിൽ അവിടെ അവർക്ക് ദൈവവുമായി ലഭിച്ച ആ ഒരു കവനന്റ് ലോ കവനന്റ് ആയിരുന്നു. അപ്പം ന്യായപ്രമാണമായിരുന്നു. അപ്പോൾ അതിന്റെ മീഡിയേറ്റർ ആയിരുന്നത് മോശയായിരുന്നു. മോശ മീഡിയേറ്റർ ആയിരിക്കെ മോശയല്ല ഓരോ വ്യക്തിക്കും ആയിട്ട് ദൈവവുമായിട്ട് തക്കതായിരിക്കുന്ന ആ ഒരു അഡ്വക്കസി, ഒരു അഡ്വക്കേറ്റിന്റെ വേല ചെയ്തത് എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരായിരുന്നു അവിടെ ടാബർനാക്കിളിൽ ആ തരത്തിലുള്ള വേലകൾ ഒരു അഡ്വക്കേറ്റിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ആ ഒരു നിഴല് ഈ കാര്യത്തെ മനസ്സിലാക്കാനായിട്ട് നല്ല ഒരു ആശയമാണ്. പിന്നെ നമ്മൾ 3 തരത്തിലുള്ള കവനന്റിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ 3 കവനന്റിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പം ബൈബിളിൽ മെയിനായിട്ട് ഈ 3 കവനന്റ് ആണ്. ഇതിലും അധികം കവനന്റ്സ് ഉണ്ട്, പക്ഷെ മെയിൻ കവനന്റ്സ് ഈ 3 എണ്ണമാണ്. അപ്പം അത് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കിയാൽ ആദ്യമേ വന്നത് അബ്രഹാമിക് കവനന്റ് ആണ്. പിന്നെയാണ് അതിനോട് ആഡ് ചെയ്തതാണ് ലോ കവനന്റ്. പിന്നെയാണ് പുതിയ കവനന്റ്, ന്യൂ കവനന്റ്. പക്ഷെ അതിന്റെ ആപ്ലിക്കേഷനുമായി നോക്കുമ്പോൾ നമുക്കറിയാം അബ്രഹാമിക് കവനന്റ് അത് ശരിക്കും അത് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ വരാനായിട്ട് ലോ കവനന്റ് അതിന്റെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും അബ്രഹാമിക് കവനന്റ് ശരിക്കും അതിന്റെ വേല ചെയ്തു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ 3 കവനന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അബ്രഹാമിക് കവനന്റിനെ കുറിച്ച് നമുക്ക് റിവ്യൂ ചെയ്ത് തുടങ്ങാം. അബ്രഹാമിക് കവനന്റ് സാറായാണ്, അബ്രഹാമിന്റെ ആദ്യ ഭാര്യയായിരുന്ന സാറായാണ് അതിന്റെ ടൈപ്പായിരിക്കുന്നത്, നിഴലായിരിക്കുന്നത്. അപ്പം ഈ അബ്രഹാമിക് കവനന്റ് അത് ദൈവവും ആത്മീയ ഇസ്രായേലിനെയും ബന്ധപ്പെടുത്തുന്ന ഒരു കവനന്റ് ആണ്. അപ്പം ഈ കവനന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന് മീഡിയേറ്റർ ആയിരുന്നത് ദൈവമാണ്. അതിന് ഒരു വേറൊരു അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ മീഡിയേറ്റർ ഇല്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ അതിന്റെ വളരെ സ്പെസിഫിക് ആയി ചിന്തിക്കുമ്പോൾ ഈ അബ്രഹാമിക് കവനന്റിന് ദൈവം തന്നെയായിരുന്നു അതിന് മീഡിയേറ്റർ ആയിരുന്നത്. അപ്പം ഈ കവനന്റിന്റെ ഇംപ്ലിമെന്റേഷൻ, അതിനെ ജീവനിലേക്ക് വരുത്താനായി ദൈവമായിരുന്നു തന്നിൽ തന്നെ ആണയിട്ട് അതിനെ ഉറപ്പിച്ചത്. പിന്നെ നമുക്കറിയാം ഈ ഒരു കവനന്റുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കവനന്റിന് ഒരു അഡ്വക്കേറ്റ് ആയിരിക്കുന്നത് യേശുവാണെന്നുള്ളത്. ഇപ്പോൾ ഈ അബ്രഹാമിക് കവനന്റിന്റെ കീഴിൽ വരുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സുവിശേഷ യുഗത്തിലുള്ള ചെറിയാട്ടിൻ കൂട്ടമാണ്. അപ്പോൾ അവർക്ക് ക്രിസ്തു ഇപ്പോൾ
അഡ്വക്കേറ്റ് ആയിരിക്കുന്നു. അപ്പം എങ്ങനെയാണോ നിഴലിൽ പുരോഹിതന്മാര് ഇസ്രായേൽ ജനത്തിന് ഒരു ഫ്രണ്ട് ആയിരുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയായിരുന്നു ഒരു റെപ്രസെന്റേറ്റീവ് ആയിരുന്നത്, ദൈവത്തിന്റെ നീതിயின் പലകയുടെ മുമ്പിൽ അവർക്ക് വേണ്ടി വാദിക്കാനായി ഒരു റെപ്രസെന്റേറ്റീവ് ആയിരുന്നത്. അതേ നിലയിൽ തന്നെ ക്രിസ്തു നമുക്ക് ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കുന്നു. അപ്പം അബ്രഹാമിക് കവനന്റിന്റെ രണ്ട് ആസ്പെക്ട് അതാണ്. ഒന്ന് മീഡിയേറ്റർ ആയിരുന്നത് ദൈവം തന്നെയായിരുന്നു, പിന്നെ അഡ്വക്കേറ്റ് ആയിരിക്കുന്നത് യേശുവാണെന്നുള്ളത്. ഇനിയും നമ്മൾ ലോ കവനന്റിലേക്ക് വരുമ്പോൾ അത് അബ്രഹാമിന്റെ ഭാര്യയല്ല, പക്ഷെ അവിടെ സ്ലേവ് വുമൻ ആയിരിക്കുന്ന, അതിനെ മലയാളത്തിൽ അടിമ പെണ്ണായിരുന്ന എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിൽ തനിക്ക് മകനെ ജനിപ്പിച്ച, തന്റെ ആദ്യത്തെ പുത്രനെ ജനിപ്പിച്ച ആ ഒരു അടിമ പെണ്ണിൽ കാണുന്ന ആ ഒരു കവനന്റ് ആണ് ലോ കവനന്റ്. അപ്പം ഗലാത്യർ 4-ാം അധ്യായത്തിൽ അബ്രഹാമിക് കവനന്റിനെ കുറിച്ചും ലോ കവനന്റിനെ കുറിച്ചും ഈ ഒരു നിഴലിനെ സംബന്ധിച്ച് അവിടെ കാണാൻ സാധിക്കുന്നു. അപ്പം സാറായും ഹാഗറും അവിടെ ഈ തരത്തിലുള്ള ഒരു നിഴലാണെന്നുള്ളത് നമുക്ക് അവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. അപ്പം ഈ ലോ കവനന്റ് ദൈവവും ഭൗമിക ഇസ്രായേലിനുമായി ഉള്ള ആ ഒരു ബന്ധത്തെ ഉളവാക്കിയ, അതിനെ അടിസ്ഥാനമാക്കിയ ഒരു കവനന്റ് ആണ് ഈ ന്യായപ്രമാണം, ലോ കവനന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് മീഡിയേറ്റർ ആയിരുന്നത് മോശയാണ് ലോ കവനന്റിന് മീഡിയേറ്റർ ആയിരുന്നത്. നമുക്ക് ലോ കവനന്റും ഇനിയും ചിന്തിക്കാനുള്ള ന്യൂ കവനന്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ലോ കവനന്റ് ന്യൂ കവനന്റിന്റെ ഒരു ദൃഷ്ടാന്തം തന്നെയാണെന്നുള്ളത്, അതിനൊരു നിഴലാണെന്ന് തന്നെ. അപ്പം മോശ എന്ന വ്യക്തി ഈ ലോ കവനന്റിന് ഒരു മീഡിയേറ്റർ ആയിരുന്നത് നല്ലൊരു ദൃഷ്ടാന്തം തന്നെയാണ്. അപ്പം ഇനിയും ഇതിന് അഡ്വക്കേറ്റ് ആയിരിക്കുന്നത് ശരിക്കും അവിടെ ഉണ്ടായിരുന്ന അഹരോന്യ പൗരോഹിത്യത്തിൽ വന്ന പുരോഹിതന്മാരായിരുന്നു അഡ്വക്കേറ്റുകളായിരുന്നത്. അപ്പം അവരായിരുന്നു ഇസ്രായേൽ ജനത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു ഫ്രണ്ട് ആയിരുന്നതും അല്ലെങ്കിൽ അവർക്ക് റെപ്രസെന്റേറ്റീവ് ആയിരുന്നതും അവരായിരുന്നു. അപ്പം ആ നിലയിൽ നമുക്ക് ലോ കവനന്റിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. അപ്പം ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം പറയുന്നത്, ഈ ദൈവത്തെയും മനുഷ്യരെയും ഒരു ബന്ധത്തിലേക്ക് വരുത്തുന്നത് കവനന്റ് ആണ്. അപ്പം ഒരു മീഡിയേറ്റർ അവരെ ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കവനന്റ് അത് ഉണ്ടാക്കുന്നതിന്റെ ആ വേലയിലാണ് അവര് ഈ രണ്ട് പാർട്ടിയെ യോജിപ്പിക്കാൻ ചെയ്യുന്ന വേല. അപ്പം ഈ കവനന്റ് ആണ് ശരിക്കും അവരെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന വസ്തുത. അപ്പം ലോ കവനന്റ് ആണ് ഈ ഇസ്രായേലിനും ദൈവത്തിനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് അടിസ്ഥാനമായിരുന്നത്. ഇനിയും മൂന്നാമതായി നമുക്ക് ചിന്തിക്കാനുള്ള മെയിൻ കവനന്റ് എന്ന് പറയുന്നത് ഈ ഒരു പുതിയ കവനന്റ് ആണ്. അല്ലെങ്കിൽ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നമ്മൾ പറയുമ്പോൾ വേണമെങ്കിൽ അതിനെ പുതിയ കൽപ്പന അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ ഉടമ്പടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ന്യൂ ലോ കവനന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. എന്നു വെച്ചാൽ അത് ഈ ലോ കവനന്റ് തന്നെയാണ്, പക്ഷെ അതിനെ പുതിയതാക്കുന്നത് അത് ഒന്നിന് പിന്നാലെ എന്ന് പറഞ്ഞാൽ അതിനുശേഷം വന്നതായതുകൊണ്ടാണ് അത് പുതിയതെന്ന് പറയുന്നത്. പക്ഷെ ഇതിന് വ്യത്യാസമായിരിക്കുന്ന ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, ലോ കവനന്റിന് മീഡിയേറ്റർ ആയിരുന്നത് ഒരു വീഴ്ച ഭവിച്ച മനുഷ്യനായിരിക്കെ ആയിരുന്ന സ്ഥാനത്ത് ഈ പുതിയ ന്യായപ്രമാണത്തിന് മീഡിയേറ്റർ ആയിരിക്കുന്നത് ക്രിസ്തുവാണ്. അത് ക്രിസ്തു എന്ന് പറയുമ്പോൾ തലയും ശരീരവും കൂടി യോജിക്കുന്ന ആ ഒരു
ക്രിസ്തുവിനെയാണ് ഇവിടെ പുതിയ ഉടമ്പടിയുടെ മീഡിയേറ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ പുതിയ ഉടമ്പടി എന്ന് പറയുമ്പോൾ അത് അബ്രഹാമിന്റെ ഭാര്യമാരിൽ കെറ്റൂറ, രണ്ടാമത്തെ ഭാര്യ ആയിരുന്ന കെറ്റൂറയാണ് ഈ ഒരു പുതിയ ഉടമ്പടി ദൃഷ്ടാന്തമാക്കുന്നത്. ജനസിസ് 25-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കെറ്റൂറയെ കുറിച്ച് വായിക്കാൻ സാധിക്കും. നമ്മൾ കെറ്റൂറയെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത് ഈ സാറ മരിച്ചതിന് ശേഷമാണ് അബ്രഹാം കെറ്റൂറയെ വിവാഹം ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇസഹാക്ക് മരിച്ചതിന് ശേഷമാണ്, ഇസഹാക്ക് കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇസഹാക്കിന്റെ ഭാര്യയായിരുന്ന റിബേക്കയും അവര് തമ്മിലുള്ള കല്യാണത്തിന് ശേഷമായിരുന്നു ഇവിടെ അബ്രഹാം കെറ്റൂറയെ വിവാഹം ചെയ്യുന്നത്. അപ്പം ഇതിനൊക്കെയും ആത്മീയമായുള്ള ആശയങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വ്യക്തമാകുന്നതാണ്. അപ്പം സാറ കാണിക്കുന്നത് ഈ അബ്രഹാമിക് കവനന്റിനെയാണ്. അപ്പം അബ്രഹാമിക് കവനന്റിന്റെ സീഡ് എന്ന് പറയുമ്പോൾ അതിന് ഭൗമീയമായിരിക്കുന്ന ഒരു വശവുമുണ്ട്, അതുപോലെ തന്നെ സ്വർഗീയമായിരിക്കുന്നതുമുണ്ട്. അപ്പം ഇതിന്റെയൊക്കെയും പൂർത്തീകരണത്തിന് ശേഷവും, അതുപോലെ തന്നെ ഈ ഇസഹാക്കും റിബേക്കയും തമ്മിലുള്ള വിവാഹം കാണിക്കുന്നത് ക്രിസ്തുവും തന്റെ മണവാട്ടി സഭയും തമ്മിലുള്ള വിവാഹത്തെയുമാണ്. അപ്പം ഇതിനൊക്കെയും പൂർത്തീകരണത്തിന് ശേഷമാണ് ഈ ഒരു പുതിയ ഉടമ്പടി, ന്യൂ കവനന്റ്, ഈ ഭൂമിയിൽ മനുഷ്യരുടെ നന്മയ്ക്കായിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അതൊരു സൈഡ് നോട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് വരാം. കെറ്റൂറയ്ക്ക് 6 മക്കളായിരുന്നു ജനിച്ചത്. അപ്പം 6 മക്കൾ എന്ന് കാണിക്കുന്നത്, 6 എന്ന സംഖ്യ ശരിക്കും ഈ മനുഷ്യരാശിയെ കാണിക്കുന്ന ഒരു റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പറാണ്. അപ്പം കെറ്റൂറയ്ക്കും അബ്രഹാമിനും ജനിച്ച 6 മക്കൾ ശരിക്കും കാണിക്കുന്നത് ആ മില്ലേനിയത്തിൽ ഈ ഒരു പുതിയ ഉടമ്പടിക്ക് ജനിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് പുതിയ ഉടമ്പടിക്ക് മക്കളായിരിക്കുന്ന ഈ പൊതുലോകത്തെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പം സകല മനുഷ്യരെയും അടങ്ങുന്ന ഒരു പിക്ചറാണ് നമുക്ക് കെറ്റൂറയ്ക്കും അബ്രഹാമിനും ഉണ്ടായ 6 മക്കളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അത് ഇതുവരെ ചിന്തിച്ചത് ഒരു റിവ്യൂ ആയിട്ടാണ്. അതിലെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ, അതോ ഇന്നത്തെ ലെസണിലേക്ക് വരാം? ഈ ഒരു കാര്യം പറയാനേ. ഹലോ, പറഞ്ഞോ. ഈ ലോ കവനന്റും അബ്രഹാമിയ കവനന്റും അത് എങ്ങനെയാണ് രണ്ടാമത് ലോ കവനന്റ് ആകുന്നുള്ളതിനെ പറ്റി ഒരു വാക്യം ഗലാത്യർ 3:17 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കി നിയമത്തെ ദുർബലമാക്കുന്നില്ല. അപ്പം 430 വർഷം മുമ്പ്, ലോ കവനന്റിന് മുമ്പ് 430 വർഷം മുമ്പാണ് അബ്രഹാമിക കവനന്റ് ഉണ്ടായത്. പക്ഷേ ലോ കവനന്റ് ആണ് അതിനു മുമ്പ് മനുഷ്യന് ദൈവം ഉപയോഗിച്ചത്. ആ പറഞ്ഞ കാര്യത്തിന്റെ ഒന്നുകൂടെ ആ ബൈബിളിൽ പറഞ്ഞ കാര്യം കൂടെ പറഞ്ഞു. താങ്ക് യു. അത് നല്ല വാക്യമാണ്, നമുക്ക് ഇതിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കാനായിട്ട്. ഗലാത്യർ 3:17 അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ലെസണിലേക്ക് വരാം. ഒരു സ്ലൈഡിനുണ്ട് റിവ്യൂ ആയിട്ട്. അപ്പം നമ്മൾ ഈ ഒരു റീപ്രിന്റിന്റെ കോട്ട് സൈറ്റേഷൻ ഞാൻ ഇവിടെ സ്ലൈഡിൽ വെച്ചില്ല, പക്ഷെ
നമ്മുടെ ബുക്കിനകത്തുള്ള സൈറ്റേഷൻ തന്നെയാണ്. അത് റീപ്രിന്റ് 4555 എന്നുള്ള റീപ്രിന്റ് ആണ്. അപ്പം reprint 4555. Oops. Okay. അപ്പം ഈ റീപ്രിന്റിൽ ബ്രദർ റസൽ പറയുന്ന ഈ വിധത്തിലാണ്. നമുക്കത് വളരെ ബെനിഫിഷ്യൽ ആയതുകൊണ്ട് നമുക്ക് അതൊന്ന് വായിക്കാം. 3 പാരഗ്രാഫ് ഉണ്ട്. അപ്പം വായിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഷോർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇവിടെ പറയുന്നത് bear in mind that our covenant എന്ന് പറയുമ്പോൾ സുവിശേഷ യുഗത്തിലുള്ള covenant, the original one അല്ലെങ്കിൽ ഒറിജിനൽ എന്ന് പറയുമ്പോൾ അബ്രഹാമിക് covenant had no mediator. അപ്പം ഇവിടെ പറയുന്നത് അബ്രഹാമിക് covenantന് മീഡിയേറ്റർ ഇല്ലായിരുന്നു. It needed none because it did not attempt harmonizing rebels with the divine covenant as the new covenant proposes to do. അപ്പം അതിനൊരു അബ്രഹാമിക് കവനന്റിന് ഒരു മീഡിയേറ്റർ ഇല്ലായിരുന്നത് അതിനാവശ്യമില്ലായിരുന്നു ഒരു മീഡിയേറ്റർ. എന്നു വെച്ചാൽ ഒരു പുതിയ കവനന്റ്, ഇനി വരാനിരിക്കുന്ന ആ പുതിയ ഉടമ്പടി എങ്ങനെയാണോ ദൈവത്തോട് അകന്നു നിൽക്കുന്നവരെ ദൈവവുമായിട്ട് ആ ഒരു ഹാർമണിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ആ ഒരു തരത്തിലുള്ള ഒരു പ്രവൃത്തിയല്ല ഈ അബ്രഹാമിക് കവനന്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മുമ്പോട്ട് വായിക്കാം. The world lying in the wicked one, as declared in the lines of the parable, we will not have this man to reign over us. We'll need strong restraints and coercion and stripes during the millennium to force them to obedience. As it is written, every knee shall bow and every tongue confess, this being merely a preliminary to the intent that the reign of righteousness may be inaugurated, so that all may taste of the blessings of the divine government, so that as many as will may come into harmony with it. അപ്പം അവിടെ പറയുന്നത് മില്ലേനിയത്തിൽ എല്ലാവർക്കും ഇവിടെ പറയുന്നത് പോലെ, വാക്യത്തിൽ പറയുന്ന പോലെ സകല മുട്ടും അവന്റെ മുമ്പാകെ മടങ്ങുവാനും അവനെ നാമനാൽ വിളിച്ചപേക്ഷിക്കുവാനും അത് എല്ലാവർക്കും എല്ലാവരെയും സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശമാണ്. പക്ഷെ അത് എളുപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും തുടക്കത്തിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വേ അല്ലായിരിക്കും എന്ന രീതിയിലാണ്. അപ്പം അവർക്ക് അതിന്റെ തക്കതായിരിക്കുന്ന ഒരു ഫോഴ്സ് അതിന്റെ പിന്നിൽ വേണം. A mediator is necessary, and the Messiah, head and members, will be that mediator in whose hand of control the entire world will be placed during the millennium, so that even the willing and obedient will not be directly introduced to the Father until the end of that millennial reign. അപ്പം ഇവിടെ പറയുന്നത് ആ മില്ലേനിയത്തിൽ ഒരു മീഡിയേറ്റർ ആവശ്യമാണ്. എന്തെന്ന് വെച്ചാൽ ആ മീഡിയേറ്റർ ആയിരിക്കുന്നത് മിശിഹായാണ്. അത് തലയും ശരീരവും ചേരുന്ന മിശിഹായാണ്. ആ മീഡിയേറ്ററിന്റെ വേല എന്ന് പറയുന്നത് ഈ സകല മനുഷ്യരാശിയെയും ഈ തരത്തിൽ ദൈവത്തെ അക്സെപ്റ്റ് ചെയ്യുകയും നീതിயின் പാതയിൽ നടക്കുന്നവരുമാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ ഒരു മെസ്സായയുടെ വേല മില്ലേനിയത്തിൽ. അപ്പം ഒരു കാര്യം ഇവിടെ അഡീഷണൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് പറയുന്നത്, ഈ മില്ലേനിയത്തിൽ ഈ 1000 വർഷത്തിന്റെ അവസാനത്തിലെ ഈവൻ വില്ലിങ്ങും ഒബീഡിയന്റ് ആയിരിക്കുന്നവർ പോലും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, ഒരു റിലേഷൻഷിപ്പിൽ വരത്തുള്ളൂ. അപ്പം ആ ഒരു മില്ലേനിയത്തിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ പോലും ദൈവവുമായുള്ള ഒരു ബന്ധത്തിലാകുന്നില്ല. മില്ലേനിയത്തിന്റെ അവസാനത്തിലാണ് മനുഷ്യരെ ദൈവത്തിന്റെ കൈകളിലേക്ക് ക്രിസ്തു ഏൽപ്പിക്കുന്നത്. But how different now?
as soon as our eyes discerned the Lamb of God which taketh away the sin of the world, and as soon as our ears heard the message of God's love, we needed no compulsion. അപ്പൊ ഇവിടെ ബ്രദർ റസൽ മില്ലേനിയവും ഇപ്പോൾ സുവിശേഷ യുഗവുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പം പറയുന്നത് ഇപ്പോൾ എത്രത്തോളം അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് എന്ന് വെച്ചാൽ, മില്ലേനിയത്തിൽ അവർക്ക് ജനത്തിന് ദൈവത്തെ അംഗീകരിക്കാനും ആ നീതിயின் പാതയിലേക്ക് നടക്കുവാനും അവർക്ക് ഫോഴ്സ് വേണമെങ്കിൽ, ഇപ്പോൾ ദൈവത്തെ അറിയാനും ആ ദൈവത്തിന്റെ കുഞ്ഞാടായിരിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കാനും ഇപ്പോൾ സാധിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള ഒരു കമ്പൾഷൻ വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ, നമ്മൾ അത് അറിയുമ്പോൾ ഉടനെ തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. എന്നു വെച്ചാൽ അങ്ങനെയുള്ളവരെയാണ് ദൈവം ഇപ്പോൾ ആകർഷിക്കുന്നത്. അപ്പം continuing reading here, on the contrary, it was the Father himself who drew us to Christ, and accepting Christ and being justified by faith in his blood, we are at once introduced to the Father by him and exhorted to present our bodies to the Father. So doing, these sacrifices were accepted in the beloved, and we were begotten of the Holy Spirit and at once become children of God, joined heirs with Christ our Lord, to the inheritance incorruptible. അപ്പം ഇവിടെ പറയുന്നത്, നമ്മൾ ഇപ്പോൾ സുവിശേഷ യുഗത്തിൽ ദൈവത്തെ മനസ്സിലാക്കാനോ ക്രിസ്തുവിനെ അംഗീകരിക്കാനോ നമുക്ക് ആ ഒരു ആകർഷണം ലഭിക്കുന്നത് തന്നെ ദൈവത്തിന്റെ ആകർഷണത്താലാണ്. എന്ന് പറഞ്ഞാൽ ദൈവമാണ് നമ്മളെ ആകർഷിക്കുന്നത് ഈ ഒരു ദൈവത്തെ കുറിച്ച് അറിയാനായിട്ട്. അപ്പം ആ ഒരു ആകർഷണത്തിന്റെ പ്രതിഫലമായിട്ട്, അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ ക്രിസ്തുവിനെ അംഗീകരിക്കുകയും ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് ആദ്യമേ തന്നെ ഇവിടെ ആവശ്യപ്പെടുന്നത് നമ്മുടെ ശരീരത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനുഷിക ആ ജീവനെ, മാനുഷികത്വത്തെ നമ്മൾ ദൈവത്തിന് യാഗമർപ്പിക്കാനായാണ് നമ്മളോട് അവിടെ ആവശ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ ക്രിസ്തുവിന്റെ ആ ഒരു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ ആ ഒരു ബലിയെ ദൈവം അംഗീകരിക്കുകയും നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ അതിന്റെ അഭിഷേകത്തെ ലഭിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ദൈവത്തിന്റെ മക്കളായാണ് കണക്കിടുന്നത്. അപ്പം എങ്ങനെയാണോ മില്ലേനിയത്തിൽ അവിടെ ഉണ്ടാകുന്ന പൊതുലോകമൊക്കെയും മില്ലേനിയത്തിന്റെ അവസാനത്തിൽ മാത്രമാണ് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, ഒരു റിലേഷൻഷിപ്പിൽ എത്തുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ സുവിശേഷ യുഗത്തിൽ ക്രിസ്തുവിനെയും ദൈവത്തെയും അംഗീകരിക്കുന്നവരൊക്കെയും ഉടനെ തന്നെ ദൈവത്തിന്റെ മക്കളായാണ് ദൈവം കണക്കിടുന്നത്. അപ്പം ആ ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ മുമ്പോട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പം വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇവിടെ continuing to read, it says, it is these new creatures whom God has accepted that need no mediator. അപ്പം ഇപ്പോൾ സുവിശേഷ യുഗത്തിൽ നമ്മളെ ആകർഷിക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന ആ ഒരു വീഴ്ച ഭവിച്ച മനുഷ്യനെ അല്ല ശരിക്കും ദൈവം കണക്കിടുന്നത്. ദൈവം ആ മനുഷ്യനുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നു വെച്ചാൽ നമുക്കറിയാം, ദൈവം നീതിമാന്മാരോടൊപ്പം മാത്രമേ ഉള്ളൂ ബന്ധം പുലർത്തുന്നത്. ദൈവത്തിന്റെ ആകർഷണം എന്ന് പറയുന്നത് ഒരിക്കലും ദൈവവുമായുള്ള ഒരു ബന്ധമായിട്ട് നമുക്ക് കണക്കിടാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പലരും ആകർഷണത്തിൽ വന്നിട്ട് ദൈവത്തെ അംഗീകരിക്കാതെയും അല്ലെങ്കിൽ സമർപ്പണത്തിൽ എത്താതെയും പോകുന്നു. അപ്പം അങ്ങനെ ഒരു ആകർഷണം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് ദൈവവുമായുള്ള ഒരു ബന്ധം എന്ന് നമുക്ക് കണക്കിടാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ സുവിശേഷ യുഗത്തിലുള്ളവർക്ക് ദൈവം ആ ഒരു മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള ആ ഒരു ബന്ധമാണ് പുലർത്തുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ആകർഷിക്കുന്നവരുമായി ദൈവം ഒരിക്കലും ആ ഒരു മക്കളെന്ന നിലയിലുള്ള ഒരു ബന്ധം പുലർത്തുന്നില്ല. അപ്പം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു പുതിയ സൃഷ്ടിയെയാണ് ദൈവം തന്റെ മക്കളെന്ന് കണക്കിടുന്നു. അപ്പം ആ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് ഒരു വീഴ്ച ഭവിച്ച ഒരു വസ്തുവല്ല, ഒരു വസ്തുതയല്ല.
ആ പുതിയ സൃഷ്ടി എന്ന് പറയുന്ന ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ കണക്കിട്ട നീതിയുള്ള ഒരു വസ്തുവാണ്. അപ്പം ആ നിലയിൽ ദൈവവും ആ പുതിയ സൃഷ്ടിയെയും കൂട്ടി യോജിപ്പിക്കാനായിട്ട്, ഒരു ബന്ധത്തിൽ വരുത്തുവാനായിട്ട് ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. അപ്പം we did need the blood of the everlasting covenant, and we still need an advocate with the Father because of our unwilling weaknesses of the flesh. അപ്പം ഇവിടെ പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ആ എവർലാസ്റ്റിംഗ് കവനന്റിന്റെ, അബ്രഹാമിക് കവനന്റിന്റെ ആ ക്രിസ്തുവിന്റെ ആ സീഡായിരുന്ന ക്രിസ്തുവിന്റെ ബ്ലഡ് ആവശ്യമായിരുന്നു. തീർച്ചയായിട്ടും ആ ബ്ലഡിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നീതീകരണം ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നീതീകരിക്കപ്പെട്ട അവസ്ഥയിൽ പോലും, കണക്കിട്ട നീതീകരിക്കപ്പെട്ട അവസ്ഥയിൽ പോലും നമുക്കിപ്പോൾ ക്രിസ്തു എന്ന അഡ്വക്കേറ്റും ആവശ്യമായിരിക്കുന്നു. എന്നു വെച്ചാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന നിക്ഷേപം ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അത് നീതിയുള്ളതാണെങ്കിൽ പോലും നമുക്ക് ആ നിക്ഷേപം ലഭിച്ചിരിക്കുന്നത് ഈ വീഴ്ച ഭവിച്ച മൺപാത്രങ്ങളിലാണ്. അപ്പം നമ്മുടെ മൺപാത്രത്തിൽ ഉണ്ടാകുന്ന കുറവുകളും അപൂർണതകളും ഒക്കെയും നമ്മുടെ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നികത്തുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ ഒരു മാർഗമാണ് ക്രിസ്തു എന്ന അഡ്വക്കേറ്റ്. അപ്പം അഡ്വക്കേറ്റ് ആയിട്ടാണ് ക്രിസ്തു ഇപ്പോൾ നമുക്ക് വേണ്ടി വേല ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ നമ്മൾ ഇതുവരെ ചിന്തിച്ച കാര്യങ്ങളോട് നമുക്ക് ഈ കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു പിക്ചർ ക്ലിയർ ആകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഓരോരുത്തരും ഈ ഒരു പാസേജ് അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ തന്നെ പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. അവിടെ ഈ കവനന്റിനെ കുറിച്ചും മീഡിയേഷനെ കുറിച്ചും ഒക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും ഇന്നത്തെ ലെസണിലേക്ക് വരാം. ഓക്കെ, അപ്പം ഇന്നത്തെ ലെസൺ എന്ന് പറയുന്നത് ഈ പ്രീസ്ലി ക്വാളിഫിക്കേഷൻസിനെ സംബന്ധിച്ചാണ്. പുരോഹിതനിൽ കാണേണ്ട ക്വാളിഫിക്കേഷൻസ്. അതിന് മലയാളത്തിൽ എങ്ങനെയാ പറയുന്നത്? യോഗ്യതകൾ. യോഗ്യതകൾ. അപ്പം ഇതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതിനെ ഇന്നത്തെ ലെസണ് ആധാരമാക്കി എടുക്കുന്നത് ഈ ലേവ്യർ 21-ാം അധ്യായം 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പം നമുക്കത് വായിക്കാം. ശ്രദ്ധിച്ച് ഓരോരുത്തരും ശ്രദ്ധിച്ച് കൂടെ വായിക്കുക. എന്നു വെച്ചാൽ നമ്മുടെ ലെസൺ ഇന്ന് മുഴുവനും ഈ വാക്യങ്ങളോട് അനുബന്ധപ്പെടുത്തിയാണ്. അപ്പം ഓരോരുത്തരും ശ്രദ്ധിച്ച് വായിക്കുക. വായിക്കണോ? ഒരാൾ വായിക്കുക, ബാക്കിയുള്ളവരെല്ലാരും കൂടെ അവര് തന്നെ വായിക്കുക. നീ അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത്. അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിഞ്ചുണങ്ങൻ, ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരും അരുത്. 20 വരെയാണോ? 23 വരെ. പുരോഹിതനായ അഹരോന്റെ സന്തതിയിൽ അംഗഹീനനായ ഒരുത്തനും യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിപ്പാൻ അടുത്തു വരരുത്. അവൻ അംഗഹീനൻ, അവൻ തന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിപ്പാൻ അടുത്തു വരരുത്. തന്റെ ദൈവത്തിന്റെ ഭോജനമായ അതിപരിശുദ്ധമായവയും വിശുദ്ധമായവയും അവന് ഭക്ഷിക്കാം. എങ്കിലും തിരശീലയുടെ അടുക്കൽ ചെല്ലുകയും
യാഗപീഠത്തെങ്കിൽ അടുത്തു വരികയും അരുത്. അവൻ അംഗഹീനനല്ലോ. അവൻ എൻ്റെ വിശുദ്ധ സാധനങ്ങളെ അശുദ്ധമാക്കരുത്. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകും. Okay. English കൂടെ ആരെങ്കിലും വായിച്ചേ. And James, you can read verse 23, okay? Leviticus chapter 21, verses 17 to 22. Speak to Aaron, saying, none of your offspring throughout their generations who has a blemish may approach to offer the bread of his God. For no one who has a blemish shall draw near, a man blind or lame, or one who has a multi-faced face or a limb too long, or a man who has an injured foot or an injured hand, or an hunchback, or a dwarf, or a man with a defect in his sight, or an itching disease, or scabs, or crushed testicles. No man of the offspring of Aaron, the priest who has a blemish, shall come near to offer the Lord's food offering. Since he has a blemish, he shall not come near to offer the bread of his God. He may eat the bread of his God, both of the most holy and of the holy things. And James, can you read verse 23? What is it? Verse 23, it's on the screen. Verse 23. Okay. Wait, so really that verse? Yeah, 23. Okay. But he shall not go through the veil. Wait, what is this word? The veil. Through the veil. Wait, let me read it. But he shall not go through the veil of or approach the altar, because he has a blemish. Then he may not profane in many sanctuaries. For I am the Lord who sanctifies them. Okay, thank you. Okay, അപ്പം നമുക്കിവിടെ ഈ വാക്യങ്ങളിൽ നിന്ന് ആദ്യമേ ചിന്തിക്കാനുള്ളതെന്ന് പറയുന്നത്, വാക്യത്തിന് തുടക്കത്തിൽ പറയുന്നത് ഇത് ആരെ സംബന്ധിച്ചാണ്? ഇവിടെ അഹരോനോടാണ് പറയണമെന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ. അപ്പം അഹരോനോട് പറയേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തന്റെ ഓഫ് സ്പ്രിങ്ങിനെ സംബന്ധിച്ചാണ്. എന്ന് പറഞ്ഞാൽ അഹരോന്റെ മക്കളെ സംബന്ധിച്ചാണ് ഇവിടെ എഴുതുന്നത്. അപ്പം അഹരോന്റെ ആ ഒരു ജീനിയോളജി, അതിൽ വരുന്ന തന്റെ മക്കളെ സംബന്ധിച്ചാണ് ഇവിടെ കൽപ്പിക്കുന്ന ദൈവം മോശയോട് അഹരോനെ പറഞ്ഞു ഏൽപ്പിക്കാൻ. അപ്പം ഇവിടെ പറയുന്നത് ഓഫ് സ്പ്രിങ് ഓഫ് എയറൻ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് കാണിക്കുന്നത് ആ ഒരു നിഴലിലുള്ള ആ പൗരോഹിത്യത്തെ സംബന്ധിച്ചാണ്. അപ്പം ആ ഭൗമീയ ഇസ്രായേലിന്റെ പൗരോഹിത്യമായിരുന്ന അഹരോന്യ പൗരോഹിത്യത്തിൽ അടങ്ങുന്നവരെ സംബന്ധിച്ചാണ് ഇവിടെ ദൈവം കൽപ്പിക്കുന്നത്. അപ്പം ഈ കൽപ്പിക്കുന്ന കാര്യങ്ങൾ അവരെ ബാധിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അവർക്ക് വേണ്ടി എഴുതുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇതിന്റെ ആത്മീയ വശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ ഈ വാക്യങ്ങളിൽ എഴുതുന്ന കാര്യങ്ങൾ ഭൗമീയ അഹരോന്യ ആ ഒരു പുരോഹിതത്തെ ബാധിക്കുന്നതാണെങ്കിൽ, ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഇത് ആത്മീയ പൗരോഹിത്യം, അതിൽ അടങ്ങുന്ന വ്യക്തികൾക്ക് ബാധകമായിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിന്റെ ആത്മീയ വശങ്ങൾ, ആത്മീയ ആശയങ്ങൾ. അപ്പം ആ ഒരു കാര്യം നമ്മൾ ആദ്യമേ ചിന്തിക്കുക. ഇനിയും നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത്,
ഈ പൗരോഹിത്യത്തിൽ വരുന്ന അല്ലെങ്കിൽ അഹരോന്റെ മക്കളായി ജനിക്കുന്നവരൊക്കെയും അവർക്ക് ആർക്കെങ്കിലും ഈ തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ജനനത്താലുള്ള വൈകല്യങ്ങളാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ജനനം കൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല. ചിലപ്പം ഇപ്പം പലർക്കും ജനിച്ചപ്പോ കാഴ്ചയുണ്ടെങ്കിൽ അത് തൻ്റെ ശരീരത്തിലുള്ള ഏതെങ്കിലും കുറവ് കൊണ്ട് ചിലപ്പം ആ കാഴ്ച നഷ്ടപ്പെടാം സ്വാഭാവികമായിട്ട് ചില വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെയുള്ള ഏതെങ്കിലും വൈകല്യങ്ങൾ, അല്ലാതെ ഇപ്പം ഏതെങ്കിലും കമ്പ് കണ്ണിൽ കൊണ്ടിട്ട് കാഴ്ച പോയാൽ അല്ലെങ്കിൽ കണ്ണ് നഷ്ടപ്പെട്ടാൽ അങ്ങനെയുള്ള വൈകല്യങ്ങളല്ല. പക്ഷെ തനിക്ക് തന്നെ ഒരു തരത്തിലും കൺട്രോൾ ഇല്ലാതെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വൈകല്യങ്ങളായി തീർന്ന തരത്തിലുള്ള വൈകല്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ എഴുതുന്നത്. അപ്പം ഇവിടെ ലിസ്റ്റ് ചെയ്തിരുന്ന ഈ 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ലിസ്റ്റ് ചെയ്യുന്ന ഓരോ വൈകല്യങ്ങളും ഈ തരത്തിൽ സ്വാഭാവികമായി വരുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ വീഴ്ച ഭവിച്ച അവസ്ഥയുടെ അടിസ്ഥാനമായി വരുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതുന്നത്. അല്ലാതെയും ചിലതൊക്കെയും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിവിടെ അതിനെ വിവേകിച്ച് മനസ്സിലാക്കുന്നത് ഈ തരത്തിലാണ്. സ്വാഭാവികമായി അല്ലെങ്കിൽ മനഃപൂർവ്വം വരുത്തുന്നതായിരിക്കുന്ന വൈകല്യങ്ങളല്ല എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പം ആ തരത്തിൽ ഏതെങ്കിലും വൈകല്യങ്ങൾ ഉള്ള ഒരു അഹരോന്റെ മകനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് പൗരോഹിതനായുള്ള വേലകൾ ചെയ്യാൻ അധികാരമില്ല എന്നുള്ളതാണ് ഇവിടെ ദൈവം എഴുതുന്നത്. അപ്പം അതിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ഇവിടെ ദൈവം പറയുന്നത്. ഏതൊക്കെയാണ് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? മെയിനായിട്ട് 2 കാര്യങ്ങൾ അവരിവിടെ ചെയ്യരുത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കോവയുടെ ഉപകരണങ്ങൾ എടുക്കാൻ പാടില്ല. പിന്നെ കോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കാൻ പാടില്ല. അപ്പം ഇവിടെ പറഞ്ഞതിൽ രണ്ടാമത്തെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദഹനയാഗത്തെ അർപ്പിക്കാനുള്ള അവകാശം അവർക്കില്ല എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ടിരിക്കുന്ന ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ദൈവത്തിന്റെ അപ്പത്തെ ഭക്ഷിക്കാൻ സാധിക്കത്തില്ല. സോറി ഭോജനം അർപ്പിക്കാൻ അവർക്ക് ഭോജനത്തെ അർപ്പിക്കാനായാണ് അവകാശമില്ലാത്തത്. ഭക്ഷിക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പം ഈ 2 കാര്യങ്ങൾ, ദൈവത്തിന് യാഗപീഠത്തിന്മേലുള്ള ആ യാഗങ്ങൾ അർപ്പിക്കാനുള്ള അവകാശമില്ല. പിന്നെ കാഴ്ചയപ്പത്തിന്റെ മേശയുമായി ബന്ധപ്പെടുത്തി ഉള്ള വേലയും അവർക്കിവിടെ ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മളിവിടെ കാണുന്ന കാര്യം എന്ന് പറയുന്നത്, അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വാക്യം വായിക്കാം. ഡ്യൂട്രോണമി 21-ാം അധ്യായം 17-ാം വാക്യം. ലേവ്യ തന്നെയായിരിക്കും. അതായിരുന്നു വാക്യം. ഡ്യൂട്രോണമി സോറി ഡ്യൂട്രോണമി അല്ല, ലേവ്യർ തന്നെയാണ്. അതാണ് ചോദിച്ചത്. നീ അഹരോനോട് പറയേണ്ടതെന്നാൽ നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത്. ഓക്കെ, അപ്പം ഇതിന് ഈ തരത്തിൽ ദൈവം കൽപ്പിക്കാനായിട്ട് അനേകം കാരണങ്ങളുണ്ട്. അതെല്ലാം വളരെ നല്ല കാരണങ്ങൾ തന്നെയാണ്. നമ്മളിവിടെ മെയിനായിട്ട് ചിന്തിക്കുന്നത് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന കാരണങ്ങളെ സംബന്ധിച്ചാണ്. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് നമ്മൾ പുറമേ നോക്കുമ്പോൾ തന്നെ ഈ തരത്തിൽ ഏതെങ്കിലും
ഏതെങ്കിലും ശരീരത്തിലുള്ള ഈ ബലഹീനതകൾ അല്ലെങ്കിൽ ശരീരത്തിലുള്ള കുറവുകളുള്ള പുരോഹിതനാണ് ഈ തരത്തിലുള്ള ശുശ്രൂഷകൾ ടാബർനാക്കിളുമായി ബന്ധപ്പെടുത്തി ചെയ്യുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൽ വരാനുള്ള ഒരു കുറവ് എന്ന് പറയുന്നത് ഈ ചെയ്യുന്ന വേലകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നടത്തുന്ന സാക്രിഫൈസുകളൊക്കെയും അതുപോലെ തന്നെ അവർ കൈകാര്യം ചെയ്യുന്ന ആ ഓഫീസിന്റെ മേന്മ ഇതൊക്കെയും ഒരു പക്ഷേ അത് ഒരു തെറ്റായ ഒരു വിധത്തിലുള്ള കാഴ്ചപ്പാട് അതിനെ സംബന്ധിച്ച് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസിൽ നിന്ന് ആ വേലയെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടൻസിൽ നിന്ന് അവരുടെ കാഴ്ചയെ അല്ലെങ്കിൽ അവരുടെ രൂപം അതിന്റെ ഇമ്പോർട്ടൻസിൽ നിന്ന് ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ വ്യതിചലിക്കുവാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ജനറൽ ആയിട്ട് പറയാനുള്ളത്. ബിബ്ലിക്കൽ കോമന്ററീസിലൊക്കെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നമ്മുടെ സ്റ്റഡി ലെസണിലേക്ക് വരുമ്പോൾ ഇതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസൺ, ദൈവം ഇങ്ങനെ കൽപ്പിക്കാനുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസൺ എന്ന് പറയുന്നത് അത് ഈ പൊരുളിലുള്ള പുരോഹിത വർഗവും അവര് ചെയ്യുന്ന സാക്രിഫൈസുമായി ബന്ധപ്പെടുത്തിയുള്ള ആ കാഴ്ചപ്പാടിനെയാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. അപ്പം നമുക്ക് അതിലേക്ക് വരാം. അപ്പം നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഈ അഹരോന്യ പൗരോഹിത്യം അത് കാണിക്കുന്നത് ഇപ്പോൾ ഈ സുവിശേഷ യുഗത്തിൽ ഉള്ള ഈ ചർച്ചിന്റെ സാക്രിഫൈസിങ് കണ്ടീഷനെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അറ്റോൺമെന്റ് ഡേ കാണിക്കുന്നത് തന്നെ ഈ സുവിശേഷ യുഗത്തെയാണ്. അപ്പം ഈ അവിടെ സാക്രിഫൈസുകൾ ചെയ്യുന്ന പുരോഹിതൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ തരത്തിൽ ഈ സുവിശേഷ യുഗത്തിൽ സാക്രിഫൈസ് ചെയ്യുന്ന ഓരോ ചർച്ച് മെമ്പേഴ്സിനെയുമാണ്. അപ്പം ക്രിസ്തുവാണ് അതിൽ മഹാപുരോഹിതൻ. അപ്പം നമ്മൾ ഈ തരത്തിലാണ് നമുക്ക് അതിന്റെ പൊരുളിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ എന്താണ് സാക്രിഫൈസ് ചെയ്യുന്നത്? നമ്മൾ നിഴലിലേക്ക് വരുമ്പോൾ അവിടെ സാക്രിഫൈസ് ചെയ്യുന്നത് മൃഗങ്ങളെ ആണെങ്കിൽ, നമ്മൾ ഈ പൊരുളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷ യുഗത്തിലെ ഈ ചർച്ച് മെമ്പേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്നത് തന്റെ നടത്തിയിലും താൻ ചെയ്യുന്ന ശുശ്രൂഷ വേലയിലും താൻ നടത്തുന്ന ആ ഒരു ടെസ്റ്റിമോണിയിലും ദൈവത്തിന് നൽകുന്ന താങ്ക്സ് ഗിവിംഗ്, പ്രൈസ്, ഇതൊക്കെയുമാണ് ദൈവത്തിന് ഒരു ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ സാക്രിഫൈസുകളായി തീരുന്നത്. ഇത് ഒരു ചുരുക്കം ഒരു ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. എല്ലാം അടങ്ങുന്ന ഒരു ലിസ്റ്റ് അല്ല. അപ്പം നമ്മൾ അതിനെ ജനറൽ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന സാക്രിഫൈസുകളൊക്കെയുമാണ് ദൈവത്തിന് അപ്പമായി തീരുന്നത്. ദൈവത്തിന് ഭക്ഷിക്കാൻ തക്കവണ്ണം അപ്പമായി തീരുന്നത് നമ്മുടെ സാക്രിഫൈസുകളാണ്. അപ്പം നമ്മൾ ചിന്തിക്കുക, അവിടെ നിഴലിലേക്ക് വരുമ്പം ദൈവത്തിനായി അർപ്പിക്കുന്ന യാഗങ്ങളൊക്കെയും മൃഗത്തിന്റെ യാഗങ്ങളൊക്കെയും ഏത് യാഗമാണെങ്കിലും അത് ദൈവത്തിന്റെ ഭക്ഷണമായാണ്, ഭോജനമായാണ് ദൈവം അവിടെ വിളിക്കുന്നത്. ഞാൻ ആ വാക്യം ഞാൻ കോട്ട് ചെയ്തില്ല, അത് അവിടെ പഴയ നിയമത്തിൽ തന്നെയാണ്. ആർക്കെങ്കിലും കണ്ടുപിടിക്കാമെങ്കിൽ പറയുക. ദൈവത്തിന്റെ ഭക്ഷണമായാണ് അവിടെ ദൈവത്തിന് അർപ്പിക്കുന്ന യാഗങ്ങളെ ദൈവം വിളിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നടത്തുന്ന സാക്രിഫൈസുകളൊക്കെയും യാഗങ്ങളൊക്കെയും അത് നമുക്ക് ആത്മീയമായി ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ആ ഭക്ഷണമായി, അപ്പമായി ആണ് ദൈവം കണക്കിടുന്നത്.
അപ്പം നമ്മൾ ചിന്തിക്കുമ്പം ഈ ഇൻഫോർമേറ്റീവ്സിന് മലയാളം എന്തായിരുന്നു? വൈകല്യങ്ങൾ, ശരീരത്തിന്റെ വൈകല്യങ്ങൾ. അപ്പം ഈ ശരീര വൈകല്യങ്ങളൊക്കെയും ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ അഹരോന്റെ മക്കൾ എന്ന് പറയുമ്പോൾ അതിലടങ്ങുന്ന ആശയം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ യേശു മാത്രമായിരുന്നു, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ സകല മനുഷ്യരും പാപികളും വീഴ്ച ഭവിച്ച മനുഷ്യരുമാണെന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ യേശു മാത്രമാണ് താൻ പൂർണ്ണ മനുഷ്യനായി ജനിച്ച് പൂർണ്ണ മനുഷ്യനായി ഈ ഒരു ലോകത്തിൽ ജീവിച്ച് മരിച്ചത്. അപ്പം എബ്രായർ 7-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ക്രിസ്തു മാത്രമായിരുന്നു, യേശു മാത്രമായിരുന്നു താൻ വിശുദ്ധനും ഒരു തരത്തിലും ഉള്ള പാപം ചെയ്യാത്തവനുമായിരുന്നത്. നമുക്ക് ആ വാക്യം വായിക്കാം. എബ്രായർ 7-ാം അധ്യായം 26-ാം വാക്യം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ ഒരാൾ വായിക്കാം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറുവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. അപ്പം ദൈവത്തിന്റെ യാഗപീഠത്തിൽ ദൈവത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്ന യാഗങ്ങൾ അർപ്പിക്കാനായി അർഹതയും അല്ലെങ്കിൽ ഗർവത്തിൽ പറഞ്ഞാൽ ഒരു 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 അവകാശമുള്ള ഏക ഒരു വ്യക്തി ക്രിസ്തുവായിരുന്നു. അപ്പം ക്രിസ്തു മാത്രമാണ് ദൈവത്തിന്റെ ഈ കാഴ്ചപ്പാടിൽ ഒരു ശരീര വൈകല്യവും ഇല്ലാത്തവൻ. അപ്പം ആ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് നോക്കുമ്പോൾ ക്രിസ്തുവിന് മാത്രമാണ് ദൈവത്തിന്റെ യാഗപീഠത്തിന്മേൽ യാഗമർപ്പിക്കാനുള്ള അർഹത. അപ്പോൾ അതാണ് ക്രിസ്തു ചെയ്തത്. താൻ പൂർണ്ണ മനുഷ്യനായി ജനിച്ച് താൻ പൂർണ്ണ മനുഷ്യനായി ജീവിച്ച് സകല ഒബീഡിയൻസോടുകൂടെ ദൈവത്തോടുള്ള അനുസരണത്തോടുകൂടെ താൻ ക്രൂശിലെ മരണത്തോളം താണിരുന്നു എന്ന ആശയത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്രിസ്തു മരണപര്യന്തം താൻ വിശ്വസ്തനായിരുന്നു, മരണപര്യന്തം താൻ ദൈവത്തോട് അനുസരണമുള്ളവരായിരുന്നു. അപ്പോ മരണം വരെയും താൻ മാത്രമായിരുന്നു ഈ ലോകത്തിൽ ദൈവത്തിന്റെ യാഗപീഠത്തിന്മേൽ യാഗമർപ്പിക്കാനോ അർഹതയുള്ള ഏക വ്യക്തി. അപ്പം ക്രിസ്തുവാണ് താൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആ യാഗ വസ്തുവായി തീർന്നത്. താനാണ് ലോകത്തിലെ സകല ജനത്തിനും ആ മറുവിലയായി തീർന്നത്. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഈ സുവിശേഷ യുഗത്തിൽ ഈ കാലത്തിൽ തന്നെ ക്രിസ്തുവിനോടൊപ്പം പുരോഹിതന്മാരായി ദൈവത്തിന്റെ സന്നിധിയിൽ യാഗങ്ങളെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ആയിരിക്കുന്ന നമ്മളൊക്കെയും എങ്ങനെയാണ് നമുക്ക് യാഗം അർപ്പിക്കാൻ അവകാശം ലഭിക്കുന്നത്? അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കുന്നത്. സ്പീക്കർ ഓൺ ഉണ്ട്, മൈക്ക് ഓൺ ചെയ്യുമ്പോൾ മൈക്ക് ഓൺ ചെയ്യും. ഇവിടെ 2 കമ്പ്യൂട്ടർ വയ്ക്കുന്നുണ്ടേ അത്. അപ്പം നേരത്തെ പറഞ്ഞത് ദൈവത്തിന്റെ ഭോജനയാഗമാണെന്നുള്ളതേ, അത് ഈ സംഖ്യാപുസ്തകം 28-ന്റെ 2 വേണേ വായിക്കണോ? വായിച്ചോ. സംഖ്യ 28-ന്റെ 2. എനിക്ക് സൗരഭ്യവാസനയായ ദഹനയാഗങ്ങൾക്കുള്ള എന്റെ ഭോജനമായ വഴിപാട് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കേണ്ടതിന് ജാഗ്രതയായിരിക്കാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കണം. അത് കണ്ടുപിടിച്ചതിന് നന്ദി. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ക്രിസ്തു മാത്രമായിരുന്നു ഈ തരത്തിൽ ദൈവത്തിന്റെ യാഗപീഠത്തിൽ യാഗമർപ്പിക്കാൻ അവകാശമുള്ള ഏക വ്യക്തി. എന്നു വെച്ചാൽ
നമ്മൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ ക്രിസ്തു മാത്രമായിരുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ശരീര വൈകല്യം ഇല്ലാത്ത ഏക വ്യക്തി. അപ്പം എങ്ങനെയാണ് നമുക്കിപ്പോൾ ഈ സുവിശേഷ യുഗത്തിൽ ക്രിസ്തുവിനെ പോലെ തന്നെ യാഗത്തെ അർപ്പിക്കാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ യാഗപീഠത്തിന്മേൽ യാഗമർപ്പിക്കാനുള്ള ആ ഒരു അവസരം ലഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊക്കെയും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നിഴലിലുള്ള വൈകല്യങ്ങളുള്ള അഹരോന്റെ മക്കളെ പോലെ ആത്മീയമായി ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വൈകല്യങ്ങളുള്ള മക്കളാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ യാഗപീഠത്തിന്മേൽ യാഗമർപ്പിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അവസരം ലഭിക്കുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ആ കൃപയെ സംബന്ധിച്ച്, ദൈവത്തിന്റെ ഗ്രേസിനെ സംബന്ധിച്ച്. എന്നു വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നിഴലിലേക്ക് തിരിച്ചു പോകുമ്പം അവിടെ ഈ ശരീര വൈകല്യങ്ങൾ വന്ന അഹരോന്റെ മക്കൾക്ക് അവിടെ യഹോവയ്ക്കായി യാഗങ്ങളെ അർപ്പിക്കാൻ അവകാശമില്ലായിരുന്നെങ്കിൽ പോലും അവർക്ക് യാഗങ്ങളിൽ നിന്ന് ഭക്ഷിക്കാൻ, അത് അവർക്ക് അവരുടെ ജീവനെ നിലനിർത്തുവാൻ തക്കവണ്ണം ഭക്ഷിക്കാനായുള്ള അവകാശം ഉണ്ടായിരുന്നു. അപ്പം അതിവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നു വെച്ചാൽ ദൈവം അവർക്ക് കരുണ നൽകി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഗ്രേസ് നമുക്ക് അവിടെ അവരുടെ പേരിൽ അപ്ലൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം അവർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമർപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവിടെ ദൈവത്തിനായി അർപ്പിക്കപ്പെടുന്ന യാഗത്തിൽ നിന്ന് ഭക്ഷിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു. അപ്പം ഇതിന്റെയൊക്കെയും ആശയം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. അപ്പം ലേവ്യർ 21-ാം അധ്യായം 22-ാം വാക്യത്തിലാണ് അവർക്ക് യഹോവയുടെ അപ്പത്തിൽ നിന്ന് അപ്പം ഭക്ഷിക്കാനായുള്ള അവകാശമുണ്ടെന്ന് നമ്മൾ വായിക്കുന്നത്. നേരത്തെ വായിച്ചതായതുകൊണ്ട് അത് വായിക്കുന്നില്ല ഒന്നുകൂടെ. അപ്പം നമ്മൾ ഈ ദൈവത്തിന്റെ ഗ്രേസിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പം ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വ്യക്തമാക്കാനായിട്ട് ഒരു കാര്യം നമുക്ക് പെട്ടെന്നൊന്ന് ചിന്തിക്കാം. ഇവിടെ നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ രണ്ട് കാര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ ഭക്ഷണമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അപ്പം എന്ന് നമ്മൾ അവിടെ വായിക്കുന്ന ഒരു കാര്യവും, അതുപോലെ തന്നെ ഇവിടെ ഈ വൈകല്യങ്ങൾ വന്ന പുരോഹിതന്മാര് ഭക്ഷിക്കുന്ന ദൈവത്തിന്റെ അപ്പം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ. അപ്പം ഇതിന് ഒരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു ആശയമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ദൈവത്തിന്റെ അപ്പം എന്ന് ദൈവം കണക്കിടുന്ന കാര്യം എന്താണ്? അത് ദൈവത്തിനായി അർപ്പിക്കപ്പെടുന്ന യാഗങ്ങളാണ്. നമ്മൾ നിഴലിൽ നോക്കുമ്പം ദൈവത്തിനായി അവിടെ അർപ്പിക്കപ്പെടുന്ന യാഗങ്ങളൊക്കെയുമാണ് ദൈവത്തിന്റെ അപ്പം. ഇനിയും അവിടെ പുരോഹിതന്മാർക്ക് ഭക്ഷണമായി തീരുന്നതൊക്കെയും എന്താണ്? അത് ഈ ദൈവത്തിന്റെ യാഗങ്ങൾ മാത്രമല്ല, പക്ഷെ അത് ഇവിടെ ദൈവത്തിന്റെ വാക്യത്തിൽ എങ്ങനെയാണ് പറയുന്നത്? തീയാൽ അർപ്പിക്കുന്ന യാഗവും അതുപോലെ തന്നെ ദൈവത്തിന് അർപ്പിക്കപ്പെടുന്ന അപ്പവും എന്ന വിധത്തിലാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ രണ്ട് വിധത്തിലുള്ള ആശയങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഇപ്പോൾ ചിന്തിക്കാം. ജസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അത് വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇവിടെ ശരീര വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള വൈകല്യങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന്. ഒരിക്കലും മനഃപൂർവമായിട്ട് വരുത്തുന്ന, അല്ലെങ്കിൽ മനഃപൂർവ്വം എന്ന് പറയുമ്പോൾ ഇപ്പം എന്തെങ്കിലും കണ്ണിൽ കുത്തിയിട്ട് കാഴ്ച പോവുകയോ അല്ലെങ്കിൽ കണ്ണ് നഷ്ടപ്പെടുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വൈകല്യമല്ല. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് നമുക്ക്
എന്തെങ്കിലും വരുന്ന വൈകല്യത്തെ സംബന്ധിച്ചത്, അങ്ങനെയുള്ള വൈകല്യമാണ്. പക്ഷെ ഒന്നെങ്കിൽ ജനനത്തിൽ തന്നെ ഉള്ള വൈകല്യങ്ങൾ, അല്ലെങ്കിൽ സ്വാഭാവികമായി വരുന്ന വൈകല്യങ്ങൾ. അത് ഒരുവന് ആ വൈകല്യം വരാനും വരാതിരിക്കാനുമുള്ള ഒരു പവർ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ഇല്ലാതെ വരുന്ന തരത്തിലുള്ള വൈകല്യങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇംഗ്ലീഷിൽ വേണമെങ്കിൽ അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻഫർമിറ്റീസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം those over which the individual priest had no control എന്ന തരത്തിലുള്ള വൈകല്യങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിന്റെ ആത്മീയ വശത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വൈകല്യങ്ങൾ കൊണ്ട് ജനിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാപമായ കാര്യമല്ല. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവിടെ പുരോഹിതന്മാരാണെങ്കിലും മറ്റാരാണെങ്കിലും ഇസ്രായേൽ ജനത്തിൽ ഉൾപ്പെടുന്ന ആര് പാപം ചെയ്താലും അതിന് തക്കതായിരിക്കുന്ന ഒരു സെൻ ഓഫറിങ് അല്ലെങ്കിൽ ട്രസ്പാസ് ഓഫറിങ് ദൈവത്തിന് അർപ്പിക്കുകയാണെങ്കിൽ ആ പാപം അവിടെ ഫൊർഗീവ് ചെയ്ത് തരും. പക്ഷെ പ്രിസംപ്ച്വസ് സിൻസ് എന്ന് പറഞ്ഞാൽ മനഃപൂർവമായിരിക്കുന്ന പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം കൊല എന്ന് തന്നെ ദൈവം അവിടെ പാപങ്ങളെ കുറിച്ച് പറയുമ്പോൾ പുറപ്പാടിൽ പറയുമ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള കൊലയെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ മനഃപൂർവമായിട്ട് ഒരാളെ കൊല്ലണമെന്ന് വിചാരിച്ച് കൊല്ലുന്നത്, അതിന് ഒരിക്കലും അവിടെ ഒരു യാഗമില്ല, അതിന് ഒരു പരിഹാരമായിട്ട്. പക്ഷെ ഇനിയും ഒരു കയ്യബദ്ധത്താൽ നമ്മൾ ഒരാളെ കൊല്ലുകയാണെങ്കിൽ അവിടെ യാഗമില്ല, പക്ഷെ അവിടെ മനുഷ്യന്റെ മരണത്തിന് അത് കാരണമാകാതെ തന്നെ തനിക്ക് ഒരു സാങ്ച്വറി സിറ്റിയിലേക്ക് ഓടിപ്പോകാം. അപ്പം ആ തരത്തിലുള്ള ഒരു വ്യത്യാസമുണ്ട്. അപ്പം മനഃപൂർവ്വ പാപവും അതുപോലെ തന്നെ ഈ തരത്തിൽ പാപം പരിഹാര യാഗമുള്ള പാപങ്ങളും ഉണ്ട്. അപ്പം ഇതിന് മൂന്നാമത്തെ ഒരു കാര്യമാണ് ഏത്, നമ്മൾ ജനനത്താൽ ഉണ്ടാകുന്ന ശരീര വൈകല്യങ്ങൾ. അതൊരു പാപമല്ല. നമ്മൾ ജനിക്കുമ്പോഴേ ഉള്ള അല്ലെങ്കിൽ സ്വാഭാവികമായി നമുക്ക് ഉണ്ടാകുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ഒരു പാപമായിട്ട് ദൈവം കണക്കിടുന്നില്ല. അപ്പം അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കണം ഇവിടെ ദൈവം അവരെ കരുതിക്കൊണ്ട് തന്നെ പറയുന്നത്, അവർക്ക് ദൈവത്തിനായി യാഗം അർപ്പിക്കാനുള്ള അവകാശമില്ല എങ്കിൽ പോലും തന്റെ യാഗത്തിൽ നിന്ന് അവർക്ക് ഭക്ഷിക്കാമെന്ന്, അവരുടെ ജീവനെ നിലനിർത്താൻ തക്കവണ്ണം അവർക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാമെന്ന് ദൈവം അവർക്ക് അനുവാദം കൊടുത്തത്. അപ്പം ഇതിന്റെയൊക്കെയും സിഗ്നിഫിക്കൻസ് എന്താണ്? നമ്മൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ വളരെ നല്ലൊരു സിഗ്നിഫിക്കൻസ് തന്നെയാണ്. പാപത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ആത്മീയരെന്ന നിലയിൽ നമ്മൾ മനഃപൂർവമായി ചെയ്യുന്ന പാപങ്ങൾ, പ്രത്യേകിച്ച് ആത്മാവിനെതിരെ എന്ന് നമ്മൾ വാക്യത്തിൽ വായിക്കുന്നു. ആത്മാവിനെതിരെ ചെയ്യുന്ന പാപങ്ങൾക്ക് ഒരിക്കലും ഒരു ഫൊർഗിവ്നെസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്ക് അറിവില്ലാതെ അല്ലെങ്കിൽ നമ്മൾ ഓർക്കാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബലഹീനതകളാൽ ഉണ്ടാകുന്ന കുറവുകളും തെറ്റുകളും ഒക്കെയും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ദൈവത്തിനോട് മാപ്പപേക്ഷിച്ച് ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് അതിനെ ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ വെടിപ്പാക്കാനുള്ള അവകാശവും അവസരവുമുണ്ട്. അപ്പം ഈ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മളിൽ ഉള്ള ഈ ഒരു വീഴ്ച ഭവിച്ച മനുഷ്യന്റെ ആ ഒരു ബലഹീനതകൾ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ജനനത്താൽ ഉള്ള ഈ ശരീരത്തിന്റെ വൈകല്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇതിനോടനുബന്ധപ്പെടുത്തി ഒരു രണ്ട് സെന്റൻസ് വായിക്കാം. ഇവിടെ വോളിയം 6 നിന്നാണ് വായിക്കുന്നത്. പേജ് 243 അതിൽ നിന്നാണ് വായിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നത്, nevertheless, as the deformed priest and the type exercised all the privilege of the others in respect to their own sustenance, eating of the shewbreads and sacrifices, etc.,
So with us in the antitype, those deformities which might hinder a member of the body of Christ from being a public servant of the church and of the truth need not hinder his spiritual development and his recognition as possessing full rights with all the others at the spiritual table of the Lord and at the throne of grace. അപ്പം ഇവിടെ ബ്രദർ റസൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണോ നിഴലിൽ ഈ തരത്തിൽ ശരീര വൈകല്യങ്ങൾ ഉള്ള പുരോഹിതന്മാർക്ക് അവർക്ക് ഈ തരത്തിൽ പബ്ലിക്കായിട്ട് ദൈവത്തിന് ഒരു പുരോഹിതൻ എന്ന നിലയിൽ യാഗങ്ങളെ അർപ്പിക്കാനുള്ള അവകാശമില്ലായിരുന്നെങ്കിൽ പോലും അവരുടെ ജീവനെ നിലനിർത്താൻ തക്കവണ്ണം അവർക്ക് ആ യാഗങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ഭക്ഷണം ആ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ പൊരുളിലേക്ക് വരുമ്പോൾ ഈ ശരീര വൈകല്യങ്ങൾ എന്ന നിലയിൽ ഈ വീഴ്ച ഭവിച്ച മനുഷ്യരായിരിക്കുന്ന നമ്മളൊക്കെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് പബ്ലിക്കായിട്ട് ദൈവത്തിന് വേലക്കാരായിരിക്കാൻ അല്ലെങ്കിൽ സത്യത്തിന് വേലക്കാരായിരിക്കാൻ നമുക്ക് ഉള്ള അവസരമില്ല എങ്കിൽ പോലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിഴലിൽ എങ്ങനെയാണോ അവർക്ക് ആ ദൈവത്തിന്റെ അപ്പത്തെ ഭക്ഷിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വളർച്ചയ്ക്കും സ്വന്തം ആത്മീയ ജീവന്റെ നിലനിൽപ്പിനുമായി ഭക്ഷിക്കേണ്ടതായിരിക്കുന്ന ദൈവവചനത്തെ ഭക്ഷിക്കാനുള്ള അവകാശവും അവസരവും നമുക്ക് ഒരിക്കലും നിഷേധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ സെൽഫ് സ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം, സെൽഫ് സ്റ്റഡി. അപ്പം നമ്മുടെ തന്നെ വളർച്ചയ്ക്കും ഉപകരണത്തിനുമായി നമ്മൾ പഠിക്കുന്ന ദൈവത്തിന്റെ വചനം അത് പഠിക്കാനും അത് ആത്മീയമായി ഭക്ഷിക്കാനും നമുക്കുള്ള അവകാശം ഒരിക്കലും നമ്മളിൽ നിന്ന് നിഷേധിക്കപ്പെട്ടതല്ല. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു വസ്തുത വളരെ ഇമ്പോർട്ടന്റ് ആയി നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പാപത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ ആത്മീയ ഭക്ഷണം, ആത്മീയ ദൈവത്തിന്റെ വചനത്തെ പഠിക്കാനും അതിനെ ഭക്ഷിക്കാനുമുള്ള അവസരം നമുക്ക് ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. ദൈവം അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുവദിച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് അതിനോടൊപ്പം തന്നെ പബ്ലിക്കായിട്ട് ദൈവത്തിന്റെ ഈ വിധത്തിലുള്ള ശുശ്രൂഷകളും വേലകളും ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നുവെങ്കിൽ അത് അതിനൊരു ആഡഡ് ബ്ലെസ്സിങ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പബ്ലിക്കായി ദൈവത്തോടുള്ള അല്ലെങ്കിൽ സത്യത്തിനോടുള്ള ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ ഈ പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ സുവിശേഷ വേലകൾ ചെയ്യുകയോ എന്നത് മാത്രമല്ല, പക്ഷെ നമ്മുടെ ജീവിതം തന്നെയും ഒരു സുവിശേഷ വേല തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അതൊരു പ്രസംഗമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സാക്രിഫൈസും അത് ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അക്സെപ്റ്റബിൾ ആയിരിക്കുന്ന ഒരു ഓഫറിംഗ് ആയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരിക്കലും നമ്മുടെ ഏതെങ്കിലും ഒരു കഴിവിനാലല്ല. എന്നു വെച്ചാൽ നമ്മൾ ഓരോരുത്തരും, എല്ലാ വ്യക്തിയും നമ്മൾ ഈ നിക്ഷേപം മൺപാത്രത്തിൽ ലഭിച്ചിരിക്കുന്നതിനാൽ ദൈവത്തിന്റെ കാഴ്ചപ്പാട് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ആ രക്തത്തിന്റെ അല്ലെങ്കിൽ നീതിയും വസ്ത്രത്തിന്റെ മറവില്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ വിധത്തിൽ ശരീര വൈകല്യങ്ങൾ ഉള്ളവരാണ്. പക്ഷെ ദൈവം തന്റെ കൃപയാൽ ക്രിസ്തുവിന്റെ രക്തവും അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്ന ആ നീതിയും വസ്ത്രത്താൽ നമ്മളെ മറയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ആ യാഗങ്ങളെ അർപ്പിക്കുന്നവരായിരിക്കാൻ സാധിക്കുന്നു. അപ്പം ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഇന്നത്തെ ലെസൺ. അപ്പം രണ്ട് വിധത്തിലാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, നമുക്ക്
നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് പാപികളായിരിക്കെ, വീഴ്ച ഭവിച്ച മനുഷ്യരായിരിക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ തരത്തിൽ ഒരു ശുശ്രൂഷ യാഗങ്ങൾ അർപ്പിക്കാൻ തക്കതായിരിക്കുന്ന പുരോഹിതന്മാരായി ദൈവം നമുക്ക് കണക്കിടുന്നത് ഈ തീർച്ചയായും ക്രിസ്തുവിന്റെ ആ പൂർണ്ണ പുരോഹിതന്റെ, ആ പൂർണ്ണ മഹാപുരോഹിതന്റെ ആ ബലിമരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പം അതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാന്മാരെന്ന് കണക്കിട്ട രൂപത്തിൽ നമ്മൾ നിൽക്കുന്നത്. ഇനി രണ്ടാമതായി ഇതിന്റെ ഒരു മറ്റൊരു ആപ്ലിക്കേഷനായി ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ വചനത്തെ ഭക്ഷിക്കാനും ദൈവത്തിന്റെ വചനത്തെ പഠിക്കാനുമുള്ള അവകാശവും അധികാരവും ദൈവം തന്നിട്ടുണ്ട്. അതൊരിക്കലും നിഷേധിച്ചിട്ടില്ല. നമുക്ക് എത്രത്തോളം കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും. പക്ഷെ നമ്മൾ പബ്ലിക്കായിട്ട് ഒരു ദൈവത്തിനൊരു വിറ്റ്നസ് ആയി നമ്മൾ നിലനിൽക്കുന്നുവെങ്കിൽ, അത് ഒരു എൽഡർ ആയിട്ടോ അല്ലെങ്കിൽ ഡീക്കൻ ആയിട്ടോ പലവിധ മിനിസ്റ്റേഴ്സ് ആയി എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഒരു പബ്ലിക് വിറ്റ്നസ് ആയിരിക്കുമ്പോൾ ഈ തരത്തിൽ ഒരു ശരീര വൈകല്യം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഭൗമികമായിരിക്കുന്ന രീതിയിലല്ല, പക്ഷെ നമ്മുടെ സ്വഭാവത്തിലൊക്കെയുമുള്ള വൈകല്യങ്ങൾ നമുക്ക് ഇല്ലാതിരിക്കുന്നവരായിരിക്കണം എന്നുള്ളത് ഇതിന്റെ മറ്റൊരു മൈനർ പോയിന്റ് ആണ്. അപ്പം അതിനോട് അനുബന്ധപ്പെടുത്തിയാണ് ഈ എൽഡേഴ്സും ഡീക്കൻസിന്റെയും ഒക്കെയും ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ അവിടെ സത്യത്തിലേക്ക് പുതുതായി വന്നവരെ ആ നിലയിലേക്ക് വോട്ട് ചെയ്ത് നമ്മൾ വെക്കരുതെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു സ്വഭാവ വളർച്ച വരാനുള്ള ആ ഒരു അവസരം ഇനിയും ആയിട്ടില്ല എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ്. അപ്പം ഇന്നത്തെ ലെസൺ ഈ വിധ കാര്യങ്ങളോട് ബന്ധപ്പെടുത്തിയാണ്. പക്ഷെ മെയിൻ ആയിട്ട് നമ്മുടെ ലെസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ഈ പാപത്തിൽ ജനിക്കുന്നത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ശരീര വൈകല്യങ്ങൾ ഉണ്ടായിരുന്നവരായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ജനിച്ചത്. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ തന്റെ ഏകജാതനായ പുത്രന്റെ ബലിമരണത്താൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ യാഗങ്ങളെ ദൈവത്തിന്റെ യാഗപീഠത്തിന്മേൽ അർപ്പിക്കുന്ന പുരോഹിതന്മാരായി തീരാൻ സാധിക്കുന്നത് ക്രിസ്തുവിന്റെ യാഗമരണത്തിന്റെ ഒരേ ഒരു അടിസ്ഥാനത്തിലാണ്. അപ്പം ഈ ഒരു കാര്യമാണ് നമുക്കിവിടെ ഇന്ന് പഠിക്കാനും ചിന്തിക്കാനുമായുള്ളത്. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടോ?